നിങ്ങൾ സേഫ്റ്റി കാര്യങ്ങളോ ഇല്ലാത്ത വെറും ഒരു ബ്ലൈഡൊക്കെ വെച്ച് ഒരു പ്രസവം എടുക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമില്ല. ഭർത്തൃപീഡനമാണ്. പിന്നെ ഭർത്താവിനെ പൂട്ടിട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പ്രസവിച്ചു പോയത്. വേദന വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ മറച്ചു വെച്ചു. നമുക്ക് അത് കൈകാര്യം ചെയ്യാനുള്ളത് നമുക്ക് പഠിച്ചതിൽ നമുക്ക് അറിയാം. ഇൻഫെക്ഷൻ വരുന്നുണ്ട് എങ്കിൽ എനിക്കും ഇൻഫെക്ഷൻ വരണം, എന്റെ കുട്ടിക്കും ഇൻഫെക്ഷൻ വരണം. ഇത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയുന്നു? രണ്ടുപേരെ ജീവൻ വെച്ചല്ലേ നിങ്ങൾ രണ്ടുപേരും കളിച്ചത്? ഓക്കെ, ഇത് ഹോസ്പിറ്റലിൽ രണ്ടുപേരുടെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നു. അന്ന് സർജിക്കൽ ബ്ലേഡ് ആണോ യൂസ് ചെയ്തത്? ഒരു സാധാരണ ആൾക്കാർ പോയിട്ട് സർജിക്കൽ ബ്ലേഡ് വേണമെന്നിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് എടുക്കുള്ളൂ. 5 രൂപയുടെ ഒരു ബ്ലൈഡിൽ എടുത്ത കാര്യമേ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും പ്ലാൻഡ് അല്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ സാഹചര്യം കൊണ്ട്, പിന്നെ നമ്മൾ പഠിച്ചതിന്റെ ബേസിലാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. അതൊരിക്കലും നമ്മൾ പ്രൊമോഷൻ ചെയ്യല്ല, നിങ്ങളെ വീട്ടിൽ പ്രസവിച്ചോ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഇതൊരിക്കലും നമ്മൾ പറയുന്നില്ല. 3 ദിവസം കൊണ്ട് പൊക്കിൾക്കൊടി അടർന്നു വീണതിന്റെ ഹെൽത്തിന്റെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കി എടുക്കണേ. പൊക്കിൾക്കൊടി പിന്നെ പഴുത്ത് കാണും എന്ന് പറഞ്ഞിട്ട് അവര് തുണി എടുത്ത് മാറ്റിയപ്പോ കുട്ടിക്ക് പൊക്കിൾക്കൊടി അടർന്ന് വീണു പോയിട്ടുണ്ട്. ഈ ഒരു പ്രസവം നടക്കുമ്പം കുഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ എന്തായാലും വെജൈന കട്ട് ചെയ്യണം എന്നാണ് ആശാവർക്കർ അവരെ ചോദിച്ച് ഫസ്റ്റ് ഡെലിവറി എങ്ങനെ വെജൈന മുറിക്കാതെ ഒരു ചോദിക്കുന്നത് ഫസ്റ്റത്തെ ഡെലിവറി എങ്ങനെയാണ് വെജൈന കട്ട് ചെയ്യാണ്ട് എങ്ങനെ? ഞാൻ ഓരോട് ചോദിച്ചു, നിങ്ങളല്ലേ പറയേണ്ടത്. പിന്നെ അപ്പൊ പണ്ടത്തെ കാലത്ത് പാരി മുറിക്കാൻ പോകുന്നത് അവിടെ കുഞ്ഞും അമ്മ ആരോഗ്യവതിയായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളൊരു അലോപ്പതി ഡോക്ടറെ കാണിക്കുന്നില്ല? അലോപ്പതി അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു നമുക്ക് പോയാലോ കാണിക്കുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് ഇവിടെ അനങ്ങാൻ കഴിയില്ല. കൂടുതലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും മെഡിക്കൽ ഫീൽഡിന്റെ കുത്തഴിഞ്ഞ ആ ഒരു പണത്തിനോടുള്ള അതിമോഹമാണ് കുറേ സിമ്പിളായ കേസസിനെ വല്ലാതെ അവര് പിന്നെ പ്രശ്നമാക്കി മാറ്റിയിട്ട് ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ വാട്ടറില്ല പിന്നെ കോവില് ചുറ്റിയിട്ടാണുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കേസിൽ വാട്ടർ ഇല്ലായിരുന്നു. അക്യുപഞ്ചറും MBBS തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? അവർ പഠിക്കുന്ന രീതി വേറാണ്, നമ്മൾ പഠിക്കുന്ന രീതി വേറാണ്. ആൾക്കാരെന്താ വിചാരിക്കുന്നതെന്ന് അറിയാവോ? ഇനിയിപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കണ്ട. പഠിച്ചതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് വെറുതെ നമ്മളിതാക്കുക ട്രീറ്റ്മെന്റ് എന്ന് പറയണ്ട, നമുക്ക് അതിനുള്ള അറിവുണ്ട്. നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊന്നും ചെയ്യണം അയ്യോ നാരായണ എല്ലാം, അത് കുറെ ആൾക്കാർ എല്ലാം ദൈവം നോക്കിക്കോളും എന്നുള്ള കോൺസെപ്റ്റാണ് അവർക്ക്. ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. അത് ഒന്നും അറിയാതെ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ് ഈ നാട്ടുകാർ, അത് പ്ലസ് ഈ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ. ഈ ഒരു കാര്യം ഡെലിവറിയുടെ കാര്യം വീട്ടിൽ തന്നെ എടുക്കുമായിരുന്നെന്ന് മുമ്പേ തീരുമാനിച്ചായിരുന്നോ? ഒരിക്കലും അല്ല, അങ്ങനെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്നുള്ള ഉണ്ടെങ്കിൽ നമുക്കൊരാവശ്യമില്ല കാണിക്കണ്ടയോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബേബീൻ്റെ കണ്ടീഷൻ എന്താ അറിയണ്ടേ, നമുക്ക് ആവശ്യമില്ല. അപ്പം ഇത് അൺഫോർച്ചുനേറ്റ്ലി നടന്നൊരു കാര്യത്തെ നമ്മൾ ആ കരുതിക്കൂട്ടിയാ ചെയ്തേ. പിന്നെ ആ ഒരു രീതിയിലാണ് മാധ്യമം ഇപ്പം നമ്മളെ ചിത്രീകരിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ കൊടുത്ത് മാധ്യമം പുറത്തു വിടണ്ടേ? അവര് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലുകാരെ ഫുള്ള് സേഫ് ആക്കി നിർത്തിയിട്ടാണ് അവരുടെ എല്ലാ പറച്ചിലും അതിലുള്ളത്. നിങ്ങൾ ഹെൽത്തുകാർ ഇപ്പം എന്താണ് ശരിക്കും പറയുന്നത്? സർട്ടിഫിക്കറ്റ് തരത്തില്ല തന്നെയാണോ? ഈ ഒരു ഇത്രയും പ്രശ്നം 3 ദിവസം ഉണ്ടായി. ആരും അവിടുന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ ഒന്നും 4 മാസത്തിന് ശേഷം അവരിപ്പോഴാണ് എൻക്വയറി ആയിട്ട് വരുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുട്ടീനൊന്നും കണ്ടില്ല. അവര് താഴെ വന്നു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. ഓക്കെ എന്നിട്ട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു, ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി കാണാനോ എൻക്വയറി ചെയ്യാനുണ്ടെങ്കിൽ വരണം. ഓക്കെ ഞങ്ങൾ എൻക്വയറി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാക്സിൻ വേണ്ട മരുന്ന് വേണ്ട പോകുന്നില്ല, എനിക്ക് എഴുതിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള എൻക്വയറീസും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് എന്നെ ഇവര് മറച്ചു വെച്ചിട്ട് വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവര് കൊടുത്ത റിപ്പോർട്ട് എനിക്ക് കുട്ടീനെ അവര് കാണിച്ചു തന്നിട്ടില്ല, അവരെ മറച്ചു വെച്ചിട്ട് എന്നെ വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. കുഞ്ഞിന് വാക്സിൻ എടുത്തായിരുന്നോ? എന്റെ ഉപ്പയും അമ്മയും വാക്സിൻ എടുത്തിട്ടില്ല. അവർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഉപ്പയ്ക്ക് 60 വയസ്സായി,
അമ്മയ്ക്ക് 48 49 അങ്ങനെ എന്തോ. അത് കുഴപ്പമില്ലല്ലോ. മുന്നേ ഉണ്ടായ അനുഭവത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചം കൊണ്ട് നമ്മളിങ്ങനെ ആയി. അടുത്തൊരു പ്രസവം എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിൽ മതിയായോ? ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് വീട്ടിൽ പ്രസവിച്ചു എന്നതിന്റെ ഒറ്റ പേരിൽ ആരോഗ്യവകുപ്പ് തന്റെ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചേക്കാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് കുഞ്ഞിന്റെ പേരൻസിനോട് തന്നെ ചോദിക്കാം. അപ്പം നമസ്കാരം. നമസ്കാരം. രണ്ടുപേരും പേരൊക്കെ എന്താണ്? എന്റെ പേര് ആഷ്ന ജാസ്മിൻ. ഷറാഫത്ത്. എന്താ പഠിച്ചതൊക്കെ? അപ്പം ഞാൻ ഇപ്പം സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. പിന്നെ അക്യുപഞ്ചറും ചെയ്തിരുന്നു. ഞാന് ഡിഗ്രി കഴിഞ്ഞാണ്, അക്യുപഞ്ചറും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പം വർക്കിംഗ് ആണോ? അല്ല, പഠിക്കുകയല്ലേ? ഞാൻ വർക്കിംഗ് ആണ്. Working ആ. ട്രാവൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? 2024 കഴിഞ്ഞത്, ജനുവരിയിലാണ്. ഏകദേശം 1 ഇയർ മേലായി. പ്രണയ വിവാഹമായിരുന്നു? പ്രണയം എന്നല്ല, നമ്മള് അക്യുപഞ്ചറിലാണ് പഠിച്ച്. എൻ്റെ ഒരു സീനിയർ ആയിരുന്നു അവള്. അപ്പം അവിടുന്ന് കണ്ട് നമുക്ക് അക്യുപഞ്ചറായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു ലൈഫ് സ്റ്റൈല് ഒരേ മാതിരി തന്നെ ആയപ്പോൾ നമ്മള് വീട്ടിൽ അന്വേഷിച്ചു. അങ്ങനെ ഓക്കെ ആയതാണ്. രണ്ടുപേരും എത്രാമത്തെ കുട്ടിയാണ്? ഫസ്റ്റ് കുഞ്ഞിനിപ്പോ എത്ര മാസമായി? 4 months. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണല്ലേ? ഈ ഒരു ഡെലിവറിയുടെ കാര്യം വന്നപ്പം ആദ്യമേ ഏത് ഹോസ്പിറ്റലിലേക്കാ രണ്ടുപേരും കാണിച്ചേ? ആദ്യം തന്നെ ഇക്ര ഹോസ്പിറ്റൽ, അതായത് നമ്മള് ഡെലിവറി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് നമ്മള് ചെക്കപ്പ് ചെയ്യാനൊക്കെ പോയിരുന്നു. പിന്നെ അല്ലാതെ PV കിറ്റ് വെച്ച് നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തതാണ്. അപ്പൊ അത് കൺഫർമേഷൻ വരുത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ കൺഫേം ആയി. പിന്നീട് തുടർന്ന് ഇക്ര തന്നെയാണ്. അതിന്റെ ഇടയിൽ എന്താണ് കോട്ടപ്പറമ്പും അതേപോലെ പിന്നെ മെഡിക്കൽ കോളേജിലും ഞങ്ങളൊന്ന് കാണിച്ചിരുന്നു അതിന്റെ ഇടയിലായിട്ട്. അപ്പം അവിടെ ഭയങ്കര മോശമായ അനുഭവം വന്നപ്പോ പിന്നെ തിരിച്ച് ഇക്രയിലേക്ക് തന്നെ ഞങ്ങൾ പോയി. ഈ ഒരു കാര്യം, ഡെലിവറിയുടെ കാര്യം വീട്ടിൽ തന്നെ എടുക്കുമായിരുന്നെന്ന് മുമ്പേ തീരുമാനിച്ചായിരുന്നോ? ഒരിക്കലും അല്ല, അങ്ങനെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്നുള്ള ഉണ്ടെങ്കിൽ നമുക്കൊരാവശ്യമില്ല കാണിക്കണ്ടയോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബേബീന്റെ കണ്ടീഷൻ എന്താ അറിയണ്ടേ, നമുക്ക് ആവശ്യമില്ല. അപ്പം ഇത് അൺഫോർച്ചുനേറ്റ്ലി നടന്നൊരു കാര്യത്തെ നമ്മൾ ആ കരുതിക്കൂട്ടിയാ ചെയ്തേ. പിന്നെ ആ ഒരു രീതിയിലാണ് മാധ്യമം ഇപ്പൊ നമ്മളെ ചിത്രീകരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്? സിറ്റുവേഷൻ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 months തൊട്ടിട്ട് കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പെയിൻ ആയിരിക്കും വരുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് PV ചെക്ക് ചെയ്യും. അപ്പൊ ആ ടൈമിലൊന്നും ആയിരിക്കില്ല, പെയിൻ അല്ല, പിന്നെ വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാറാണ്. 8 months ഞാൻ ഇതേപോലെ തന്നെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാനാവുന്നില്ല പെയിന്, എന്തെങ്കിലും ഒന്ന് ചെയ്തുക എന്ന് പറഞ്ഞിട്ടൊക്കെയാ പോയത്. അപ്പോഴവർ PV ചെക്ക് ചെയ്യുമ്പം വേദന ഇല്ല എന്ന് പറയും. എന്നിട്ട് തിരിച്ചു വരൽ തന്നെയായിരുന്നു. പിന്നെ അതിപ്പോ അവര് മരുന്ന് തരുമായിരുന്നു ഒന്നിങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു അക്യുപഞ്ചറാണ്, നമ്മൾ മരുന്ന് കുടിക്കാറില്ല എന്നുള്ളത്. ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന മരുന്നൊന്നും കഴിക്കാറില്ല? ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം ഒന്നും കുടിച്ചിട്ടില്ല ഞാൻ. അതേപോലെ 7 months വെയിറ്റ് കൂടാൻ ഒരു മരുന്ന് കുടിച്ചിരുന്നു, കുട്ടിക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അതും കുടിച്ചിട്ടൊന്നും. അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു, വെയിറ്റ് ഇല്ല കുട്ടിക്ക്, അതുകൊണ്ട് മരുന്ന് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിച്ചിട്ടില്ല. അത് കഴിക്കാണ്ട് തന്നെ കുട്ടി ജനിച്ചപ്പോ തന്നെ 2,800 ഉണ്ടായിരുന്നു കുട്ടിക്ക്. എന്താ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഹോസ്പിറ്റലുകാർ പറഞ്ഞ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാതെ? നമുക്ക് മെഡിസിൻ കഴിക്കാൻ ഒരു താല്പര്യമില്ല. അതായത് ഒരു കെമിക്കലാണ് നമുക്ക് കഴിക്കുന്നത് എന്നൊരു ബോധമുണ്ട്. നമ്മൾ അലോപ്പതി മെഡിസിൻ തന്നെ കഴിക്കാത്തുള്ളൂ. ആയുർവേദിക് ആയാലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓക്കെയാണ് അവരോട്. അത് ആ ഒരു രീതിയിൽ അലോപ്പതി ഫുള്ളായിട്ട് നമ്മള് ഇല്ല അങ്ങനൊന്നും പറയുന്നില്ല. അനുഭവത്തിന്റെ വെളിച്ചം കൊണ്ട് നമ്മളിങ്ങനെ ആയി. മുമ്പേ എന്താണ് സംഭവിച്ചത്? രണ്ടുപേർക്കും 2 തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. ഈ അക്യുപഞ്ചറിലേക്ക് വരാൻ കാരണവും അതന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ +1 +2 പഠിക്കുന്ന ഒരു ടൈം എനിക്ക് ബോഡി പെയിൻ ഒക്കെ വന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചിരുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അപ്പൊ കാണിച്ച സമയത്ത് അവര് പിന്നെ ബയോപ്സി ടെസ്റ്റ് ചെയ്യാൻ എഴുതി. ക്യാൻസർ ആണെന്ന രീതിയിലാണ് എനിക്ക് റിപ്പോർട്ട് വന്നത്. അപ്പം ക്യാൻസർ ആണെന്ന് വന്നു. അതിന്റെ പ്രൊഫസേഴ്സ് നോക്കിയപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് ക്യാൻസർ അല്ല,
അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ മാറി കാണിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ അല്ല, ഇത് ബക്കസ് മാത്രമാണ് കുട്ടിക്ക്. ബയോപ്സി എടുത്തതിന് ശേഷമാണ്. അപ്പൊ ബയോപ്സി നമുക്കറിയാം, ക്യാൻസർ ഉള്ള ഒരു രോഗിക്ക് സപ്പോസ് എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എങ്കിൽ അത് കുത്തിവെച്ച രോഗിക്ക് അത് പടരാന് ഫാസ്റ്റ് ആയിട്ട് പടരുന്നൊരു ചാൻസ് ആണ് ബയോപ്സി ടെസ്റ്റിലൂടെ ഉള്ളത്. അപ്പം ആ ഒരു ബാഡായ അനുഭവം, പിന്നെ തെറ്റായ രീതിയിൽ എനിക്ക് റിപ്പോർട്ട് തന്ന് ഒരുപാട് എൻ്റെ മെന്റലി എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. പിന്നെ ഇത് എൻ്റെ ഈ കൈ കാല് വേദന റെഡി ആവുന്നത് ഈ അക്യുപങ്ക്ചർ വന്ന ശേഷമാണ്. പിന്നെ എൻ്റെ ഉമ്മ അറ്റാക്കും സ്ട്രോക്കും കൂടെ വന്നിട്ട് ഒരട്ടം കുഴഞ്ഞു വീണിരുന്നു. അപ്പം അത് റെഡിയായത് ഈ അക്യുപങ്ക്ചറിലൂടെയാണ്. ഇപ്പം ഒരുപാട് അനുഭവങ്ങൾ, അതായത് എണ്ണിയാ തീരാത്ത ടൈപ്പ് ഇതേപോലുള്ള അനുഭവങ്ങൾ അക്യുപങ്ക്ചർ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അക്യുപങ്ക്ചർ പഠിക്കണം, അതിൽ എന്തോ ഒരു സത്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിക്കണം. സിംഗിൾ നീഡിൽ അക്യുപങ്ക്ചറിന്റെ കാര്യങ്ങൾ പറയുന്നത് മൾട്ടി മരുന്ന് യൂസ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് പേര് അക്യുപങ്ക്ചറിന്റെ പറയുന്നുണ്ട്, പിന്നെ മൾട്ടിയിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ, ഇവരെന്താ യൂസ് ചെയ്യാത്തത്? സിംഗിൾ നീഡിൽ അക്യുപങ്ക്ചർ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ എന്റെ അനുഭവം എന്ന് പറയുന്നത്, എന്റെ ഉമ്മാക്ക് കാല് പഴുത്തിട്ട് എല്ലാരും വന്നിട്ട് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ. അന്ന് ഞാനും എതിരേനു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാന്നുള്ള ഇതിൽ ചോദിച്ചിരുന്നു. അപ്പൊ ആ സംസാരമൊക്കെ ഉണ്ടായി. പിന്നീട് ഉമ്മ അതിനകത്ത് തന്നെ നിന്ന് ഉമ്മന്റെ കാലിന് മാറി, ഫുള്ളായിട്ട് മാറി. തീരെ നടക്കാൻ പറ്റാത്ത ആള് ഫുള്ള് മാറി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഷുഗർ വന്നിട്ട് ആയതാണ്. കാല് മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമുക്കിപ്പോ ഒരു പ്രശ്നമില്ല. അപ്പൊ നേരെ കുറച്ച് അലോപ്പതി ഒരു ഹോസ്പിറ്റലാണ് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും കാല് മുറിച്ചിട്ടുണ്ടാവും. ഇവരെ ഉമ്മയുടെ ഉമ്മാനെ ഇതേപോലെ കാല് മുറിച്ച അനുഭവം ഉണ്ട്. ഇപ്പം ആങ്ങളേനെ മുറിച്ച ഇതിലാണുള്ളത്. അപ്പം അതേ സെയിം കണ്ടീഷനുള്ള ഉമ്മാനെ നമുക്ക് ഇതേപോലെ തിരിച്ചു കിട്ടി. ഇപ്പോഴും അവരിങ്ങനെ അത്ഭുതത്തോടെ പറയും, ഓ നിസന്റെ എങ്ങനെയാ മാറിയത്? പിന്നെ ഒരാള് ഉണ്ട് കാല് മുറിച്ചിട്ട് ഇതിനു മുന്നേ ഞാൻ അക്യുപങ്ക്ചർ അറിയുമെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് അനുഭവം. പല ആൾക്കാരും നിങ്ങൾ മെഡിസിൻ എന്താ കഴിക്കാത്ത നമ്മൾ അയ്യേ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? നമ്മളെ അനുഭവത്തിന് നമുക്കൊരു അനുഭവം വരുമ്പോഴാണ്, ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അതിന് പഠിക്കുന്നത്. അപ്പം ആ ഒരു രീതി മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. പിന്നെ ഇത് ഇന്ത്യയാണ്, നമുക്ക് ചൂസ് ചെയ്യാം ഏത് ട്രീറ്റ്മെന്റ് നമുക്ക് വേണം എന്നുള്ളത്. അത് കണ്ട നാട്ടുകാർ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. അത്ര ഞങ്ങൾക്ക് ഈ മെഡിസിൻ പരമായിട്ട് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്നൊന്നും എടുത്തില്ല എന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ ഫാദർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് എന്തോ ഇവിടുന്ന് ചെറിയൊരു ബ്ലീഡിങ്ങിന്റെ ഇത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 2 മാസത്തോളം അവരെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ബ്ലീഡിങ് വന്നിട്ട് അവർ കുറെ കഷ്ടപ്പെട്ടു. 2 മാസത്തോളം ഇല്ല, അവര് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവര് ഇതിന് തൊണ്ടേന്റെ അതിന് വേണ്ടി കാണിച്ചതാ. അപ്പം ഹോസ്പിറ്റലായിട്ട് എന്ത് ചെയ്ത് അവര് 2 മാസത്തോളം അങ്ങനെ കടന്ന് ഇത് വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോ ഒരു പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇത് അവിടുന്ന് പോകുന്നു. അത് വലിയ കേസായിരുന്നു. പക്ഷെ അത് പറഞ്ഞ് ഒരു കോളത്തിൽ ഒതുങ്ങിപ്പോയ കേസായിട്ട് മാറിപ്പോയി. ഇത് ആൾക്കാർ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ആരും പറയുന്നില്ല. ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടോ. ഓരോ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നാണ് സംഭവിച്ചത്, അത് ഹോസ്പിറ്റലായി സംഭവിച്ചല്ലേ, അതാണ് പറയാം. അപ്പം ഒരാള് മരിക്കുന്ന കമന്റാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയത് ഇവൻ എന്ത് ചെയ്യും ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ പിന്നെ അതിലൊരാള് കമന്റ് ഇട്ടു, എന്താ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കൊന്നും സംഭവിക്കില്ല. അതിന്റെ താഴെ അയാൾ കൂളായിട്ട് പറയുന്ന അത് ഹോസ്പിറ്റലല്ലേ. അപ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ആൾക്കാർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ എന്ത് തെണ്ടിത്തരം ചെയ്താലും നോ പ്രോബ്ലം. നമ്മള് സെൽഫായിട്ട് നമ്മുടെ ബോഡീനെ അങ്ങ് എടുത്തതില് അത് പിന്നെ വേറെ പറയണ്ടേ. സെൽഫായിട്ട് ബോഡീനെ എടുത്തു പറഞ്ഞപ്പോ പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഇവര് പറയുന്നത്. നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യണമെന്നോ അല്ല നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, വേണ്ടേ എടുക്കണ്ട, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഇങ്ങനൊരു ആ ഒരു ടൈമിൽ പെയിൻ ഒക്കെ വന്നപ്പം പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ഇക്ക കേട്ടില്ലായിരുന്നോ?
കൊണ്ടുപോയത് ഇവൻ തന്നെയല്ലേ. ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് 5 month തൊട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ വന്നു തുടങ്ങിയിരുന്നു എന്നുള്ളത്. അതില് 9 month, അതായത് November 2 എനിക്കൊരു പെയിൻ വന്നു. നോർമലി ഞാൻ വിചാരിച്ചു എനിക്ക് വരുന്ന പെയിനേക്കാൾ കൂടിയ പെയിൻ ആയിരിക്കും. പ്രസവ വേദന നമ്മള് ഈ സിനിമയിലൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ, സഹിക്കാൻ പറ്റാത്ത പെയിന്, ആ രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം 8 month വരെയുള്ള പെയിന് ഇതാക്കുമ്പോൾ ഞാൻ വെക്കുകയോ ഇതിനേക്കാ എന്ത് വേദന ഇനി ഞാൻ സഹിക്കണ്ടേ. അന്ന് 8 month ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ മരിച്ചോ, എനിക്കിനി ആവൂല, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അവിടെ പോയത്. അപ്പോഴും അവര് അതല്ല പെയിന്, PV ചെക്ക് ചെയ്യുമ്പോ അല്ല പെയിന് എന്നാ പറഞ്ഞ് എന്നെ തിരിച്ചു വിടുന്നത്. അപ്പം പിന്നെ 9 month എനിക്ക് ഈ ഡെലിവറിയുടെ അന്ന് വന്ന പെയിന് സത്യത്തിൽ 8 month അത്ര പെയിൻ എനിക്കില്ല. അത് എന്തുകൊണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ ഒരു പെയിൻ വന്നിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഒന്ന് വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോകുന്ന പോലെ തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി. പിന്നെ ആ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഫുള്ള് സ്റ്റെക്കായി പോയി, ഒരു കുളത്തിൽ പിടിക്കുന്ന പോലെ. എന്റെ വയറ്റിലും ഈ കാലിന്റെ ഈ വാരിയലിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ള് കുളത്തിൽ പിടിക്കുന്ന. ഞാൻ ആ ഒരു ഇങ്ങനെ നടന്നിരുന്നത് ഈ കാല് ഇങ്ങനെയുള്ള രീതിയിലാണ് നിന്നുപോയി. പിന്നെ എനിക്ക് ആളെ അനങ്ങാനാവുന്നില്ല. ഞാന് അപ്പൊ തന്നെ മനസ്സിലായോ ബേബി ബേബി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ബേബി പുറത്ത് വന്ന് ഇവര് കേറി വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ബേബി വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് 2-3 വട്ടം ബാത്റൂമിൽ പോകാനുള്ള പോലെ തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി. പിന്നെ വാട്ടർ ബ്രേക്ക് ആയി വല്ലതും ചെയ്തായിരുന്നോ? എനിക്ക് വാട്ടർ ഇല്ലായിരുന്നു. വാട്ടർ തീരെ ഇല്ലായിരുന്നു. ആ ബേബി വരുന്ന സമയത്ത് ഇച്ചിരി എന്തോ വന്നിട്ടേ ഉള്ളൂ എനിക്ക്. പിന്നെ അപ്പൊ ഇവനെ ഞാൻ ഫോണിൽ വിളിക്കരുത്, അവൻ താഴെ ഒന്നും ഉണ്ടായിരുന്ന. പിന്നെ ഒന്ന് വാ, എനിക്ക് പിന്നെ ആവുന്നില്ല, എനിക്ക് വയറ്റിൽ എന്തൊക്കെയോ ആകുന്നു. അപ്പൊ ഇവൻ കേറി വരലും ഞാൻ ഈ പ്രസവിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇവൻ കണ്ടോണ്ട് കേറിയിരുന്നത്. അപ്പൊ ഇവൻ ഉമ്മാനെ വിളിച്ചു, അമ്മ ഓടിവാത പിന്നെ കുട്ടി വരുന്നു എന്നുള്ള രീതിയിൽ ഇവൻ വിളിച്ചു പറയാ ചെയ്തത്. അങ്ങനെ തന്നെ എന്നെ ഇവനെ എടുത്ത് ബെഡിലേക്ക് വെച്ചു. പിന്നെ ഞാൻ പ്രസവിക്കുക ചെയ്തത്. അപ്പൊ ആ ഒരു ടൈമില് പ്രസവത്തിന്റെ കൂടെ നിന്നത് ആരായിരുന്നു? ഇവനാണ്. പിന്നെ അതിന്റെ കൂടെ ഉമ്മ വന്നു. പിന്നെ പേടിയൊന്നും ഇല്ലായിരുന്നു? അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കണ്ടല്ല, നമ്മൾ ഓൾറെഡി പാനിക് ആയി. ഇത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മള് കേട്ട പ്രസവമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല. അപ്പം നമ്മള് ഇമാജിനേഷനിൽ ഒരു പ്രസവം ഉണ്ടാവുമല്ലോ, അയ്യോ അമ്മേ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് കുറെ ചെറിയ വിളിച്ച് കിടക്കുന്നത്. ആ ഒരു പ്രസവം അല്ല എനിക്ക് വന്നത്. പിന്നെ ആ ഒരു പെയിൻ വരാത്തോണ്ട്, പിന്നെ അതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ അതിനേക്കാൾ പെയിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് വന്നില്ല. അപ്പൊ ആ ഒരു പെയിൻ അല്ല എനിക്ക് വരുന്നത്. ഞാൻ വിചാരിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഇരിക്കും. എന്നാ പിന്നെ എനിക്ക് ആ ബാത്റൂമിലേക്ക് ഞാൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഡെലിവറി അടുക്കുന്ന സമയത്ത് അറിയാം 2-3 ആൾക്കാർ പിടിച്ചൊക്കെ ആയിരിക്കും കൊണ്ടുപോകാം. ഞാൻ ആ ഒറ്റയ്ക്ക് ആ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു പെയിൻ ആയിരുന്നു എന്ന്. പിന്നെ ഇത് കുട്ടി വരുന്ന ആ സമയത്താണ് ഞാൻ ഫുള്ളായിട്ട് സ്റ്റെക്കായി പോകുന്നത്. അതായത് എന്താ പറയാ, ഒറ്റൊരു സെക്കൻഡിനുള്ളിൽ നമ്മളെ ബോഡി ഫുള്ള് ഒരു അനസ്തേഷ്യ കൊടുത്ത പോലെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആയത്. ഈ ഒരു ടൈമില് ഇക്ക വന്ന് ഡെലിവറി എടുക്കുമ്പോഴത്തേക്കിനും പേടിയൊന്നും തോന്നില്ല? ഇത്രയും ചെറിയൊരു പ്രായത്തിൽ സ്വന്തം വൈഫിന്റെ ജീവൻ വെച്ചിട്ട് കളിക്കുമ്പോൾ നമ്മള് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അവളോട് തന്നെ ഞാൻ അപ്പൊ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് തീരുമാനം. എന്നുവെച്ചാല് പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അടുത്ത് ഞാൻ കണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാരെ ഇടയിൽ നിന്ന് ഒരു തൂപ്പുകാരിയാണ് ഒരു കുഞ്ഞിന്റെ പ്രസവം എടുത്തത്. അപ്പൊ അവര് എന്ത് പഠിച്ചിട്ടാണ് ഇത് എടുത്തത് എന്നുള്ളത് അറിയില്ല. അപ്പം അതിനേക്കാളും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ആൾക്കാർ ചോദിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സംഭവം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെ നമുക്ക് തന്നെ ആലോചിച്ചാൽ കൂടുതലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. മെഡിക്കൽ ഫീൽഡിന്റെ കുത്തഴിഞ്ഞ ആ ഒരു പണത്തിനോടുള്ള അതിമോഹമാണ് കുറേ സിമ്പിളായ കേസസിനെ വല്ലാതെ അവര് പിന്നെ പ്രശ്നമാക്കി മാറ്റിയിട്ട് ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ വാട്ടർ ഇല്ല പിന്നെ കോവില് ചുറ്റിയിട്ടാണുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കേസിൽ വാട്ടർ ഇല്ലായിരുന്നു. അതേപോലെ കുട്ടി വന്നുകൊണ്ടിരിക്കുമ്പോ ബ്ലീഡിങ് ഉണ്ട്. കുട്ടി വന്നതിന് ശേഷം ഞങ്ങൾ അറിയുന്നത് കോയില് ചുറ്റിയിട്ടാണ് വന്നത്. കോയിൽ ഇങ്ങനെ പുറത്തെടുക്കയത്. അപ്പൊ പൊക്കിൾക്കൊടി ചുറ്റുന്നൊക്കെ ഓപ്പറേഷൻ നിർബന്ധം ചുറ്റിയിട്ടാണ് വന്നത് കുട്ടി.
പിന്നെ പക്ഷെ അതൊരു പക്ഷെ ഈ പൊക്കിൾക്കൊടി പോലെ നിങ്ങൾ പറഞ്ഞ ഒരു കയറ് പോലെ ഞങ്ങളെ വിചാരം ഭയങ്കര soft റോപ്പ് സാധനം. പോലെ ഭയങ്കര ഉറപ്പാണ്. എന്തിനാ അങ്ങനെ ആളുകളെ പേടിച്ച് ആ, നിൽക്കുന്നത്? പേടി- അല്ല ഒരുപാട് ന്യൂസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നാലും ഉം. കുഞ്ഞിന്റെ വയറ്റില് പുക്കിൾക്കൊടി ചുറ്റിയിട്ടാണ് മരിച്ചത്, ചിലപ്പോ അമ്മയെ കിട്ടുള്ളൂ കുഞ്ഞിനെ കിട്ടുള്ളൂ ആ. എന്നൊക്കെ. അതാ പറഞ്ഞത്. കൊറേ ഈ ഹോസ്പിറ്റലുകാര് അടിച്ചിറക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് ബേസിലാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞു വെച്ചിട്ട് വീട്ടില് ഇങ്ങനെയുള്ള ആൾക്കാർ പോയി പ്രസവിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല. പിന്നെ അതായത് സിമ്പിൾ എന്ന് വെച്ചാൽ പ്രസവം ഒരിക്കലും സിമ്പിൾ അല്ല. ഞാൻ പറഞ്ഞുതരാം, പ്രസവം സിമ്പിൾ അല്ല, നല്ല ഡിഫിക്കൽട്ടാണ്, നല്ല അതായത് കുറച്ച് കഷ്ടപ്പെടണം പ്രസവിക്കണം എന്നുണ്ട് എങ്കിലും. അപ്പൊ ആ ഒരു കാര്യത്തെ നമ്മൾ വല്ലാതെ പ്രഷർ കൊടുത്ത് പേടിപ്പിച്ച് നിർത്തുകയാണ് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ നല്ല സിസ്റ്റം ഉണ്ട്, ഇല്ലാന്നല്ല, നല്ല സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പക്ഷെ എന്താ വെച്ചാൽ അത് നല്ല നല്ല ആളുകൾ അത് ഇല്ല, അവരത് ഡോക്ടേഴ്സ് മിസ്യൂസ് misuse ചെയ്യുന്ന ചെയ്താണ് നല്ല ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡോക്ടർ നമ്മളെ അടിപൊളി നല്ല ഡോക്ടർ ഡോക്ടർ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നു, ഫുൾ ഓപ്പറേഷന്റെ ആളാണ്. ആ ഒരു കേസ് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ മരുന്ന് കാര്യങ്ങളൊന്നും അധികം അധികമായിട്ട് തരില്ല. പിന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ഓക്കെയാണ്. ഡെലിവറി ഡേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നോ? നവംബർ 2 തന്നെയായിരുന്നു. സെക്കൻഡ് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാ ആ ഒരു ടൈമില് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ആയപ്പോഴേ പോവാഞ്ഞത്? നവംബർ പെയിൻ ഫസ്റ്റ് വന്നിട്ട് പോവാളെ ഇതിൽ നിൽക്കുകയായിരുന്നു നമ്മള്. അതായത് പെയിൻ, എനിക്ക് പെയിൻ വരട്ടെ, പെയിൻ വരുമ്പോ ഹോസ്പിറ്റൽ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. 10 മിനിറ്റിന്റെ ഓട്ടേ ഉള്ളൂ. നമ്മൾ എന്താ പറയാ, നമുക്കുള്ള പെയിന്, ഡോക്യുമെന്റ്സ്, ഡ്രസ്സ്, കാര്യങ്ങള്, കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കി, അതായത് ഇതെടുത്ത് പോവുക, വണ്ടി കയറുക, ഈ ഒരു പണിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്ത് ചെയ്യേ, നമുക്ക് ഇങ്ങനൊക്കെ ഒരു സിറ്റുവേഷൻ വരണം എന്നുള്ളത് കൊണ്ടേക്കും ഈ ഒരു രീതിയിലാണ് ഞാൻ പ്രസവിച്ചു പോയത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കുഞ്ഞിന്റെ പുക്കിൾക്കൊടി കഴുത്തി ചുറ്റിയിട്ടാന്ന് പറഞ്ഞു, ആ ഒരു ടൈമിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ എങ്ങനെ ഒരു സമാധാനം പറഞ്ഞേനെ? കുഞ്ഞിന് പൊക്കൾ കൂടെ ചുറ്റിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ okay. നിങ്ങൾക്ക് നമുക്ക് ഈ എപ്പോഴും ആ ഒരു വന്നുകൊണ്ടിരിക്കുന്ന കുറ്റബോധം കാണും. ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ അപ്പൊ ആലോചിക്കത്തില്ലേ, ഫസ്റ്റ് ഡേ നമുക്കറിയില്ലല്ലോ. തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നു. ഓക്കെ, അത് നമുക്കറിയുന്നില്ല ഈ പൊക്കിൾ കൂടി ചുറ്റിയിട്ടാണ് ഈ കുട്ടി അത് വരുന്നത്. അപ്പൊ കുഞ്ഞിന്റെ ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു? ചുറ്റുന്നത് കുഴപ്പമില്ല, കുട്ടി മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് അഴിയും എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. ഇതിപ്പോ നിങ്ങളെ അഴിഞ്ഞിട്ടില്ലായിരുന്നു, നിങ്ങൾ തന്നെയാണോ അഴിച്ചെടുത്തത്? അതെ, ഞാൻ പറഞ്ഞു ആ പൊക്കിൾ കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് വെച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പഞ്ഞിനേക്കാൾ സോഫ്റ്റ് ആയിട്ടാണ് അതിലുള്ളത്. ഞാനത് തൊട്ട് നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും തെറ്റായ ധാരണ സൊസൈറ്റിക്ക് ഈ ഡോക്ടേഴ്സ് കൊടുക്കുന്നത്? അതായത് പിന്നെ മെഡിക്കൽ ബ്ലേഡ് വെച്ച് മാത്രം മുറിയുന്ന സാധനമാണ് സർജിക്കൽ ബ്ലേഡ് വെച്ച്. നിങ്ങൾ അന്ന് സർജിക്കൽ ബ്ലേഡ് ആണോ യൂസ് ചെയ്തത്? നമുക്ക് സർജിക്കൽ ബ്ലേഡ് കിട്ടും തോന്നുന്നുണ്ടോ? പിന്നെ ഒരു നിങ്ങൾ സാധാരണ ആൾക്കാർ പോയിട്ട് സർജിക്കൽ ബ്ലേഡ് വേണമെന്നിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസ് എടുക്കുള്ളൂ. നിങ്ങൾ പിന്നെ എന്ത് വെച്ചാണ് അത് പറ്റുക? സാധാ ബ്ലേഡ് സാധാ ബ്ലേഡ് ആണ് യൂസ് എന്തെങ്കിലും ചെയ്യുന്നത്. ഇൻഫെക്ഷൻ ആയായിരുന്നെങ്കിലോ? ഈ ഇൻഫെക്ഷൻ പുതിയ ബ്ലേഡ് ആണ് ഒന്നാമത്. നമ്മള് പിന്നെ അത് വീട്ടിൽ സാനിറ്റൈസ് ചെയ്തില്ലെന്നൊക്കെയാണ് ആൾക്കാർ പക്ഷെ നിങ്ങൾ ചോദിക്കുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയുന്നു? അതാണ് കുഴപ്പം. നമ്മള് ഇത് ഒരു നമുക്കായാലും കേൾക്കുമ്പോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരുമാതിരി തോന്നുന്നു. കടയിൽ പോകുന്നു, 5 രൂപയുടെ ബ്ലൈഡ് വാങ്ങിച്ചോണ്ട് വരുമ്പോ കട്ട് ചെയ്യുന്നു. രണ്ടുപേരെ ജീവൻ വെച്ചല്ലേ നിങ്ങൾ രണ്ടുപേരും കളിച്ചത്? ഓക്കെ, ഇത് ഹോസ്പിറ്റലിൽ രണ്ടുപേരുടെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്. അതെന്ന് പറയുമ്പോ അവിടെ അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. ഡോക്ടേഴ്സ് ആണ് 5 വർഷം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് 3 വർഷം പോയി PG പഠിച്ചു, 7 വർഷം പഠിച്ചിട്ടാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണ് വന്ന് പ്രസവം എടുക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ? മേ ബി ഒരു പക്ഷെ എന്തെങ്കിലും വന്നിട്ടായിരിക്കും. പക്ഷെ ഈ ഒരു 10 പേര് പോകുന്നത് ഒരാൾക്കായിരിക്കും അങ്ങനെ ഒരു അബദ്ധം വരുന്നത്. അതെന്നെ ഇവിടെ നടക്കുന്നുള്ളൂ. 10 പേര് പോകുന്നതിൽ ഒരാൾ പോയാലും അത് വലിയ ഇഷ്യൂ. 10 പേര് പോയാലും 10 പേര് 10 അല്ല 100 പേരിൽ 99 പേര് പോയാലും അവർക്ക് പ്രശ്നമില്ല. സ്റ്റിച്ച് ഒക്കെ നിങ്ങൾ എന്ത് വെച്ചിട്ട്? സ്റ്റിച്ച് നമുക്കില്ല. അതാണ് ആശാവർക്കർ അവരൊക്കെ ചോദിച്ചേ, ഫസ്റ്റ് ഡെലിവറി എങ്ങനെ വെജീന മുറിക്കാതെ വരുന്നു എന്ന്. ഫുൾ കൺഫ്യൂഷൻ. ഫസ്റ്റ് ഒരു ചോദിക്കുന്നത് ഫസ്റ്റത്തെ ഡെലിവറി എങ്ങനെയാണ് വെജീന കട്ട് ചെയ്യാണ്ട് എങ്ങനെ? അതാണ് അത് ഞാൻ ഓരോട് ചോദിച്ചു. നിങ്ങളല്ലേ പറയേണ്ടത്. പിന്നെ അപ്പൊ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ആരെയും മുറിക്കാൻ പോകുന്നത് അവിടെ? ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും പ്ലാൻഡ് അല്ലാത്തൊരു കാര്യമാണ്. അതായത്
നമ്മുടെ സാഹചര്യം കൊണ്ട്, പിന്നെ നമ്മൾ പഠിച്ചതിന്റെ ബേസിലാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. അതൊരിക്കലും നമ്മൾ പ്രൊമോഷൻ ചെയ്യല്ല, നിങ്ങളെ വീട്ടിൽ പ്രസവിച്ചോ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഇതൊരിക്കലും നമ്മൾ പറയുന്നില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ അത്രയും ഒരു ധൈര്യം, അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അറിവും വേണം. അത് ഇന്ന സാധനമാണ്, അല്ലെങ്കിൽ പൊക്കിൾക്കൊടി ഇതാണ് സംഭവം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത്ര ഇഞ്ചിൽ വെച്ച് കട്ട് എന്ത് ചെയ്യണം. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ മാത്രമേ ഇത് പയറ്റാൻ പാടുള്ളൂ. അല്ലാതെ പയറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണക്കാരല്ല, അതിനെന്തേലും പറ്റിയിട്ട് അത് കൂടുതൽ അതിന്റെ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പ്രസവിച്ച് ഇന്തോനേഷ്യയിലാണ്. അവൻ പ്രസവിച്ചത് അവന്റെ വൈഫ് വാട്ടർ ബ്രേക്ക് ആയിട്ട് ഇവര് നേരെ ലേബർ റൂമിലേക്കല്ല കയറ്റിയത്, നേരെ റൂമിലേക്ക് പോയി അഡ്മിറ്റ് ചെയ്ത്. എന്നിട്ട് കുഞ്ഞിന്റെ തല പുറത്തോട്ട് വന്നപ്പോഴാണ് പിടിച്ച് ലേബർ റൂം കയറ്റി. നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ പിടിച്ചിട്ട് വാട്ടർ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യും. ആ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പൊക്കിൾക്കൊടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. മരുന്ന് വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മള്. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് എന്റെ കയ്യിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഈ ഒരു പ്രസവം നടക്കുമ്പം കുഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ എന്തായാലും വെജൈന കട്ട് ചെയ്യണം. കട്ട് ചെയ്തില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും നമ്മളിപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ആയാലും അവരായാലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഇതെന്താ സംഭവിച്ചത്? എല്ലാവരും ഇപ്പം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിലാരും വെജൈന കട്ട് ചെയ്തിട്ടില്ല, കുഞ്ഞ് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ഇത് ഇപ്പത്തെ കാലത്ത് പണ്ട് കാലത്ത് തന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആ വെജൈനയുടെ ആ ഒരു വലുപ്പം ഇതിലൂടെ അല്ല ഇത് കുട്ടി വരുന്നത്. ഇത് നോർമലി ആ ഒരു ടൈമിൽ വികസിക്കുന്നുണ്ട്. അപ്പൊ വികസിക്കുമ്പോ പൊതുവെ ആ ഒരു മുറിവ് അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലാതെ വെജൈന കട്ട് ചെയ്തിട്ടുള്ള മുറിവ് എനിക്ക് ഉണ്ടായിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് അവര് പറയുകയും ചെയ്തു നോർമലി ഉള്ള സ്ക്രാച്ചസ് മാത്രമേ കാണുന്നുള്ളൂ, പിന്നെ വെജൈന കട്ട് ചെയ്ത രീതിയിലൊന്നും കാണുന്നില്ല എന്നുള്ളത്. ഈ ഒരു കടയിൽ നിന്ന് ഒരു ബ്ലൈഡ് വാങ്ങിച്ച് ഇത് കട്ട് ചെയ്യാന്നുള്ളൊരു ധൈര്യം എവിടുന്ന് കിട്ടി? അതാ ഞാൻ പറഞ്ഞ നേരത്തെ, നമുക്ക് അത് കൈകാര്യം ചെയ്യാനുള്ളത് നമുക്ക് നമ്മളെ പഠിച്ചതിൽ നമുക്ക് അറിയാം. ഇൻഫെക്ഷൻ വരുന്നുണ്ട് എങ്കിൽ എനിക്കും ഇൻഫെക്ഷൻ വരണം, എന്റെ കുട്ടിക്കും ഇൻഫെക്ഷൻ വരണം. 3 ദിവസം കൊണ്ടാണ് 3 ദിവസം കൊണ്ട് പൊക്കിൾക്കൊടി അടർന്നു വീണതിന്റെ. അതും അവര് ഇപ്പം ഹെൽത്തിന്റെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് പൊക്കിൾക്കൊടി പിന്നെ പഴുത്ത് കാണും പറഞ്ഞിട്ട് അവര് തുണി എടുത്ത് മാറ്റിയപ്പോ കുട്ടിക്ക് പൊക്കിൾക്കൊടി അടർന്ന് വീണു പോയിട്ടുണ്ട്. അതായത് ആ ഒരു കരിഞ്ഞ ഭാഗത്തിന്റെ ഇതാണുള്ളത്. അപ്പൊ പൊക്കിൾക്കൊടി നമ്മൾ കാണിച്ചു കൊടുത്തു, ഇതാണ് ആ അടർന്ന് വീണ പൊക്കിൾക്കൊടി. അപ്പൊ ഇതെങ്ങനെ, ഞങ്ങളത് ചോദിച്ചത് ഇതെങ്ങനെ, അപ്പൊ നിങ്ങളല്ലേ പിന്നെ അപ്പൊ ഇതെങ്ങനെ പൊക്കിൾക്കൊടി പഴുക്കാതെന്ന് ഞങ്ങൾക്കറിയൂല. പൊക്കിൾക്കൊടി എങ്ങനെ പഴുക്കാതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പഴുപ്പിക്കണം എന്നുണ്ട് എങ്കിലും നമുക്കറിയൂല. ഹെൽത്തുകാർ വന്നിട്ട് നിങ്ങളുടെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ അപ്പൊ തന്നെ ഹെൽത്തിനെ ഇൻഫോം ചെയ്തായിരുന്നോ ഇതേപോലെ വീട്ടിൽ പ്രസവിച്ചു? രാവിലെ പ്രസവം നടന്നു. ഒരു 2 മണിയോടുകൂടെ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഹെൽത്ത് മറ്റേ സ്മാർട്ട് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, കോർപ്പറേഷന്റെ ആപ്ലിക്കേഷൻ ഇട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇവർ ഇപ്പോഴാണോ പറയാൻ പോകുന്നത്? ഇപ്പോഴല്ല നമ്മള് അപ്പം മുതൽ നമ്മളിത് പറയാൻ, അതായത് നമ്മള് അതിൽ ആ ഒരു ആപ്പില് രജിസ്റ്റർ ചെയ്തത് കൂടാതെ നിങ്ങൾക്ക് ഹെൽത്തിലൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു? ഇല്ല, അത് രജിസ്റ്റർ ചെയ്ത പാടന്നെ അവിടുന്ന് ആള് വന്നത്. അപ്പൊ ഞാനിത് എങ്ങനെയാന്ന് വെച്ചു പറഞ്ഞ ആള് വരും എന്ന് പറഞ്ഞു. ഞാൻ കോർപ്പറേഷനിൽ പോയിരുന്നു രജിസ്റ്റർ ചെയ്ത പാടം. അപ്പൊ എന്നോട് പറഞ്ഞ ആള് വരും, എനിക്കൊരിക്കലും ആള് വരും എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് പോന്നു. കോർപ്പറേഷന് വലിയ ഇതൊന്നും പ്രശ്നമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആശാ വർക്കർ, അംഗനവാടി ടീച്ചേഴ്സ് ഇവരൊക്കെ വരുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് ചെക്കൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു സമയം ഉണ്ടാവുന്നത് ആ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്. പിന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുട്ടീനൊന്നും കണ്ടില്ല. താഴെ വന്നു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്, ആ ഓക്കെ എന്നിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് അവര് കൊടുത്ത റിപ്പോർട്ട് എനിക്ക് കുട്ടീനെ അവര് കാണിച്ചു തന്നിട്ടില്ല, അവരെന്ന് മറച്ചു വെച്ചിട്ട് എന്നെ വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. അതാണ് ഇന്നലെ ഒരു മാധ്യമത്തിന് അവര് കൊടുത്ത റിപ്പോർട്ട് അറിയുന്നത്. വയനാട്ടിലേക്ക് ഞാൻ അത് കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം പോകുന്നത്. എന്റെ വീട് വയനാടാണ്, ഞാൻ അവിടെയാണ് പുളിയാമ്പറ്റ വൈദ്യശാലയിലാണ് ഹോസ്റ്റൽ കെയർ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി കാണാനോ എൻക്വയറി ചെയ്യാനുണ്ടെങ്കിൽ വരണം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം 1 മാസത്തിന് അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷമാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. ആ ഓക്കെ, ഞങ്ങൾ എൻക്വയറി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാക്സിൻ വേണ്ട മരുന്ന് വേണ്ട പോകുന്നില്ല, എനിക്ക് എഴുതി തന്നിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള എൻക്വയറീസും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് എന്നെ ഇവര് മറച്ചു വെച്ചിട്ട് വയനാട്ടിലേക്ക് പറഞ്ഞയച്ചു. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മള് ഹ്യൂമൻ റൈറ്റ്സിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം അടുത്തുള്ള വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇവിടെ പീഡനം സഹിക്കാണ്, നിർബന്ധിച്ചുകൊണ്ടാണ് ചെയ്യിപ്പിച്ചത്,
അങ്ങനെ പല കാര്യങ്ങളും അതിനെല്ലാം ഉണ്ടായിരുന്നോ? ഞാൻ എന്താ പിന്നെ ഭർത്ത് പീഡനമാണ്. പിന്നെ ഭർത്താവ് എന്നെ പൂട്ടിട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പ്രസവിച്ചു പോയത്. വേദന വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അവളെ മറച്ചു വെച്ച്. എന്നെ മറച്ചു വെച്ചു. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് അല്ലേ ഈ ഡോക്ടർ ഡെലിവറി ഡേറ്റ് പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ അല്ല, ഹോസ്പിറ്റലിൽ പോകാതിരുന്നത്? ഒരിക്കലും ഇല്ല. നമുക്ക് പെയിൻ വരുന്ന സമയത്ത് അവിടെ പോയാൽ മതി. അതായത് നമ്മുടെ സർക്കുലറിലുണ്ട് ഒരു വുമണിനെ തീരുമാനിക്കാം. അതായത് പ്രസവ സമയത്ത് ഇപ്പൊ അക്യുപഞ്ചറും MBBS തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? ഭയങ്കര നിങ്ങൾ ഡിഫറൻസ്. പഠിക്കുന്നതിനെക്കാട്ടിലും ഡബിൾ ഇരട്ടിയല്ലേ അവര് പഠിക്കുന്നത്? അവർ പഠിക്കുന്ന രീതി വേറെ, വേറെയാണ്. നമ്മൾ പഠിക്കുന്ന രീതി വേറെ. അതാണ് ഒന്നാമത് നിങ്ങൾ എത്ര ഒരിക്കലും വർഷത്തെ ആരും കുറ്റം കോഴ്സാണ്? പറയുന്നില്ല. എത്ര വർഷം കൊണ്ടാണ് അക്യുപഞ്ചർ? 2 years ആണ്. അതായത് 1.5 year നമ്മളൊരു പഠിത്തം കാര്യങ്ങളായിട്ട്, ഹാഫ് ആൻ അവർ നമ്മൾ ഇന്റേൺഷിപ്പ് Internship. കാര്യങ്ങളായിട്ട്. ഈ 2 year മാത്രമേ ഉള്ളൂ ഈ ഒരു 2 കോഴ്സ്? year മാത്രമേ കോഴ്സ് ഉള്ളൂ. അപ്പൊ ഈ 2 year മാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും 2 year പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതാക്കുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പം ബുക്കിൽ നിന്ന് നമുക്കറിയാം, ബുക്കിൽ നിന്ന് നമ്മളിപ്പം പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. എക്സ്പീരിയൻസ് ബേസ്ഡ് നമ്മളിപ്പോ ഈ വലിയ ഷേക്സ്പിയർ അവരൊക്കെ പറയുകയാണെങ്കിൽ, പിന്നെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് പിന്നെ ശരി അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ്. ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിലും ആ ഒരു സിസ്റ്റം തന്നെ. യൂറോപ്പ് ആയാലും ഇന്തോനേഷ്യ ആയാലും അവരോട് പെയിൻ വരുമ്പോ വരാനാ പറയാം. അല്ലാണ്ട് അവർക്ക് ഒരു ഇന്ന ഡേറ്റിന് നിങ്ങൾ പ്രസവിക്കണം. കേരളത്തിൽ അങ്ങനെയാണ്. കേരളത്തിൽ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതിപ്പോ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാളില്ല. പിന്നെ ഞങ്ങൾ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രസവിക്കണം. അതിപ്പോ നമ്മളെ ഒരു കമന്റ് ഒന്ന് വന്നിരുന്നു, പിന്നെ ഈ ഡോക്ടറിന് എവിടെയോ പോവാണ്ട്, ആ പോവാനുള്ളതിന്റെ ബേസിൽ 37 വീക്കിലോ 38 വീക്കിലോ എങ്ങനെ ഇവരെ കൊണ്ട് പ്രസവിപ്പിച്ചു. 14 to 42 വീക്സ് ആണ് ലാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഗർഭസ്ഥ ശിശുവിന് അവിടെ കിടക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അത്ര വീക്സ് മാത്രമേ ഒരു കുട്ടിയുടെ നിൽക്കുള്ളൂ. ആ ഒരു പിന്നെ പ്രസവിക്കാനുള്ള ടൈം കൊടുക്കാതെ 37 വീക്കിൽ കൊണ്ടുപോയിട്ട് ഇവർ ഓപ്പറേഷൻ ചെയ്യാം. 3 ദിവസം ഇവർക്ക് മരുന്ന് കൊടുത്തു, വേദന വരുന്നില്ല. 37 വീക്കിലെങ്ങാനും ഇവർ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അവർ മനസ്സിലാകുന്നത് ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ ട്രിപ്പിന് പോയിട്ടുണ്ട്. അതായത് ഇവരത് തീർത്തിട്ടാണ് ഡോക്ടറിന് പോവാന്. അപ്പൊ ആ ഒരു കമന്റ് ഒരു 5-8 കമന്റ്സ് ഉണ്ടാവും സെയിം സാധനം. എനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഡോക്ടറിന് എവിടെയോ പോകാനുള്ളതും കൊണ്ട് ഇതായി, പിന്നെ ഇവര് പ്രസവിച്ച നന്നായിട്ടേ ഉള്ളൂ, ഇങ്ങനെ കുറെ ഡോക്ടർമാർ പഠിക്കട്ടെ. പോസിറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്ന ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ നെഗറ്റീവ്സ് തന്നെ. നെഗറ്റീവ്സ് പറയുന്നത് നമുക്ക് അവർ പറഞ്ഞിട്ട് കാര്യം. ഒരു പക്ഷെ പണ്ടത്തെ കാലത്ത് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാതെ തന്നെ എല്ലാരും 7-8 പ്രസവിച്ചതൊക്കെ വീട്ടിൽ തന്നെയാണ്. 7-8 പ്രസവിക്കാം. അതേപോലെ കുറെ ഉണ്ട് 7-8 പ്രസവിക്കാനിരിക്കും, പ്രസവം നിർത്താണ്ടിരിക്കാനിരിക്കും. അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ താല്പര്യമാണ് എത്ര കുട്ടികൾ വേണം, അല്ലെ എത്ര കുട്ടികൾ പിന്നെ നമുക്ക് പ്രസവം നിർത്തണോ വേണ്ടേ എന്നുള്ളത്. ഇത് പിന്നെ എനിക്ക് തോന്നിയ കുറെ കമന്റുകളുണ്ട്. ഇവരാണിത്. കേരളത്തില് കുറെ പേർക്കൊന്നും നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചെയ്യണ്ട നമുക്ക് ഇതിനപ്പോ അവരെ കുറെ പേർക്ക് എന്താ ഈ ബ്ലൈഡ് എന്നൊക്കെ കേട്ടിട്ട് ബ്ലൈഡ് ആണ് കുറച്ചുകൂടെ ഇത് കൂട്ടിയതെന്ന് തോന്നുന്നു. ഞാനിപ്പം പോയിട്ട് എന്തേലും സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചു വന്നിട്ട് കട്ട് ചെയ്യേണ്ട സാധനം ഇല്ലായിരുന്നു. ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അറിയില്ല. കാരണം വെച്ചാല് എന്നാലും 5 രൂപയുടെ ഒരു ബ്ലൈഡിൽ എടുത്ത കാര്യമേ 2 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് 5 രൂപ കഴിഞ്ഞെന്നുള്ള പറയുന്നത്. അത് വിത്ത് AC റൂം, നല്ല അടിപൊളി റൂം. ശരിക്കും അതേ സാധനം നമ്മളിപ്പോ 2 ലക്ഷം കൊടുത്തിട്ട് ക്രാഡില് നമുക്ക് കിട്ടും. അല്ല, ഈ പുറത്തുള്ള സംഭവങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്നല്ല ഇപ്പൊ മലപ്പുറം പറഞ്ഞു, അവര് പോലും ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിക്കും, അവിടെ മരുന്ന് വെക്കുന്നില്ല. അത് പിന്നെ ഇന്തോനേഷ്യയിൽ ഞാൻ ഇപ്പൊ അവരോട് പറഞ്ഞപ്പോ അത് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യമില്ല, എന്തിനാ ഇപ്പൊ മരുന്ന് വെക്കുന്നത്? അവർക്ക് മരുന്ന് വെക്കാറില്ല, മരുന്ന് വെക്കണോ അതിന്? അങ്ങനെ ആയുർവേദ ഡോക്ടർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവര് ചികിത്സ ചെയ്തിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിനെ കാണിക്കുമ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ ആവുമല്ലോ. അത് കാണിച്ചിട്ട് അവർക്ക് അത് ഓക്കെ അല്ല, അലോപ്പതി ഡോക്ടർ വേണം പോലും. നിങ്ങൾ പ്രസവിച്ച പാടെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറയുന്നത്. പ്രസവിച്ച പാടെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ നമുക്ക് പോയാലോ കാണിക്കാൻ, എന്നോട് പറഞ്ഞു എനിക്ക് ഇവിടെ അനങ്ങാൻ കഴിയില്ലാന്ന് പറഞ്ഞു. നമ്മള് 2-ാം ദിവസം 9-ാം തീയതി ബോധം മനസ്സിലാക്കുക. അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീക്ക് ആ ഒരു 10-20 സ്റ്റെപ്പ് ഇറങ്ങി വരാനുള്ള ആരോഗ്യം ഉണ്ടാവും. മേലത്തെ നിലയിൽ തന്നെ ആയിരുന്നു ഫുൾ. അതെ അതെ, ഞാന് മേലത്തെ നിലയിലായിരിക്കുമല്ലോ. നമ്മളിപ്പോ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ മേലത്തെ റൂമിലാണല്ലോ പോയിരിക്കുക.
അത് നമ്മുടെ റൂമിൽ തന്നെയാണല്ലോ, നമുക്ക് കംഫർട്ട് ആയ ഒരു സ്ഥലത്താണ് നമ്മൾ പോയിരിക്കുക. അതേപോലെ പോയിരുന്ന ഉമ്മ താഴെ പണികളിലായിരുന്നു. പിന്നെ ഇപ്പം കുഞ്ഞും അമ്മ ആരോഗ്യവതിയായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളൊരു അലോപ്പതി ഡോക്ടറെ കാണിക്കാൻ നിന്നില്ല? വൈ അലോപ്പതിയോ, എന്തുകൊണ്ട് അലോപ്പതി മാത്രം എന്നുള്ളത്? അങ്ങനെ അലോപ്പതി മാത്രമെന്നല്ല, ഒരു ക്ലാരിഫിക്കേഷന്. കുഞ്ഞും അമ്മ ആരോഗ്യമായിട്ട് ഇരിക്കുകയാന്ന് നമുക്കൊരു ഉള്ളിന്നൊരു പവറിന് വേണ്ടി. അലോപ്പതി തന്നെ കിട്ടണമെന്നില്ല, ആയുർവേദത്തിൽ നിന്ന് കിട്ടി. നമ്മള് അലോപ്പതി പോയിട്ട് ഞാൻ പറഞ്ഞു മെഡിസിൻ കഴിക്കാറില്ല, പിന്നെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ലേ അത് നമ്മൾ പോയി കാണിച്ചു. അവര് പിന്നെ ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിച്ചാൽ മതിട്ട് ഇല്ല മെഡിസിൻ കഴിക്കൂല എന്ന് പറയുമ്പോൾ, ഇപ്പൊ താൻ എന്നോടൊരു കാര്യം പറയും, ഞാൻ അത് ചെയ്യൂല എന്ന് പറയുന്നു. അപ്പൊ എന്തായിരിക്കും തന്റെ അവസ്ഥ? അത് തന്നെ ഉള്ളൂ. നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുത്തു, അവര് വേണ്ട, നമ്മള് അവരെ പിന്നെ വിശ്വാസം ഒരിക്കലും മതവിശ്വാസമല്ല, അവരെ ആ ട്രീറ്റ്മെന്റ് നമ്മൾ ബഹുമാനിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആയുർവേദിക്കിൽ പോയത്. അവരെ നമ്മൾ തള്ളിപ്പറയാൻ പോവണ്ട, നമുക്ക് ആയുർവേദിക്ക് പോവാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോപ്പതി ഡോക്ടേഴ്സ് മാത്രം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നാലേ എന്റെ ഹെൽത്ത് ഓക്കെ എന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു പറയുമ്പോ ആൾക്കാർ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാവോ? ഇനിയിപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കണ്ട. ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഷുഗർ ഉണ്ടോ. ഒരുപക്ഷെ നമുക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ അത് കുഞ്ഞിനെയോടെ ബാധിക്കും. നിങ്ങള് നമ്മളിപ്പോ അക്യുപഞ്ചർ പഠിച്ചതുകൊണ്ട് നമുക്ക് അറിയാം ഷുഗർ വന്നാൽ അല്ലെങ്കിൽ ഷുഗർ തൈറോയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് വെറുതെ നമ്മളിതാക്കുക ട്രീറ്റ്മെന്റ് എന്ന് പറയണ്ട, നമുക്ക് അതിനുള്ള അറിവുണ്ട്. നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊന്നും ചെയ്യണം അയ്യോ നാരായണ എല്ലാം, അത് കുറെ ആൾക്കാർ എല്ലാം ദൈവം നോക്കിക്കോളും എന്നുള്ള കോൺസെപ്റ്റ് ആണ് അവർക്ക്. ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നല്ല, ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഒന്നും അറിയാതെ പൊട്ടത്തരം വിളിച്ച് പറയുകയാണ് ഈ നാട്ടുകാര്. അത് പ്ലസ് ഈ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ, അവർക്ക് അക്യുപഞ്ചർ എന്താ, അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എന്താ അറിയില്ല. അതറിയാതെ പിന്നെ വെറുതെ കമന്റിൽ ഇങ്ങനെ നെഗറ്റീവ് ഇട്ട് ഇവര് എന്തുകൊണ്ട് സാധാ ബ്ലേഡ് യൂസ് ചെയ്തു, പിന്നെ സർജിക്കൽ ബ്ലേഡ് എന്തുകൊണ്ട് യൂസ് ചെയ്ത. സർജിക്കൽ ബ്ലേഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ്. സാധാ ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ കുട്ടി വന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അക്യുപഞ്ചർ രീതിയിൽ ഇത് ഒരിക്കലും ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ 13-18 വയസ്സുള്ള കുട്ടികൾ താഴെ കാണുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളെ സൊസൈറ്റി ഇപ്പൊ അങ്ങനെ, അപ്പൊ ഇത് നമ്മൾ പറയുമ്പോ അവർക്കൊരു പ്രൊമോഷൻ, ഇങ്ങനെ ചെയ്യാം 15-18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ പ്രസവിക്കുമ്പോ അവര് ഇതേപോലെ നിങ്ങളുടെ ഇന്റർവ്യൂ കാണുമെന്ന് വെച്ചോ, ഒരുപക്ഷെ അവർക്ക് മനസ്സിൽ വരും ഇപ്പം വീട്ടിലൊക്കെ പറയാതെ ഒളിച്ചു വെക്കുന്ന പിള്ളേരുകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോ ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്യുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ച് അവര് ഇതേപോലെ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാവർക്കും അവര് ചെയ്യുന്നത്. അവര് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ നിങ്ങള് പ്രശ്നം വീണ്ടും വരും. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ മാധ്യമമാണ്, സോഷ്യൽ മീഡിയ ആണ് പൊക്കിയെടുത്തോണ്ട് വരും. വരും. അത് എന്തുകൊണ്ട് വരുന്ന നമ്മള് ഇതേപോലെ നമ്മൾ ഒരു കുട്ടി അമ്മ കുഴപ്പമില്ലാന്ന് നിൽക്കുന്നു, അവർക്ക് അറിയാം ഇതിനെപ്പറ്റി കൈകാര്യം ചെയ്യാനുള്ള രീതി. പിന്നെ എന്തിനു ഈ സോഷ്യൽ മീഡിയക്കാരാണ് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ഈ രീതി നിങ്ങൾ ചെയ്താൽ മതി ഇങ്ങനല്ല നമ്മൾ പറയുന്നത്. നമ്മളോട് ഇത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് നിൽക്കുന്നത്. ഞാൻ വെച്ച ഒരാള് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കോംപ്ലിക്കേഷൻ വന്നാണ് നിങ്ങൾ ട്രിവാൻഡ്രത്ത് കണ്ടത്. ഒരു ബേസും ഇല്ലാതെ ആ ഒരു വുമൺ ഒട്ടും ഓക്കെ അല്ലായിരുന്നു വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത്. അതിൽ പാനിക് അറ്റാക്ക് വന്നതാണ് അവർക്ക്. പ്ലസ് കുട്ടി നമ്മൾ ആ ഒരു ടൈമിൽ സ്ട്രെസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഓക്സിജന്റെ അളവ് കുറയും. ഈ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി വരാൻ പ്രയാസപ്പെടുകയും കുട്ടിക്കുള്ള ആ ഒരു ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ വൈറ്റമിൻ ഗുളികയൊന്നും കഴിച്ചില്ല? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഒരു ഗുളികയും കഴിച്ചില്ല? ഒരു ഗുളിക 4 വർഷമായിട്ട് ഞാൻ ഒരു ഗുളികയും കഴിച്ചില്ല. അതൊരു പാരസെറ്റമോൾ പോലും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ പനിയൊക്കെ വന്ന് എന്ത് ചെയ്യും? പനിയൊരു രോഗമാണ്. അല്ല നമുക്ക് പനിയും ചൂടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഇല്ല നമുക്കിപ്പോ ഒരു പനിയോ ഒരു ജലദോഷം വന്നാൽ നോർമൽ ആയിട്ടുള്ള ഒരാൾ ഒരു സിട്രസിനോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളോ എടുത്ത് കഴിക്കുന്നു, ആവി പിടിക്കുന്നു, കിടക്കുന്നു. കുഞ്ഞിന് വാക്സിൻ എടുത്തായിരുന്നോ? അതെന്താ? ഇതുള്ള കോമഡി ആയി പോകുന്നു. അതെന്താ?
ഇപ്പം നിങ്ങളായാലും വാക്സിൻ എടുത്തിട്ടുണ്ട്, ഞാനായാലും വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇവിടെ ഇരുന്നവരെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അതായത് ഈ അല്ല, നമുക്കൊന്നും അറിവ് കുഴപ്പമൊന്നുമില്ല. അറിവ് നിങ്ങളും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു, ആരോഗ്യവാനായിട്ടിരിക്കുന്നു, നമ്മളെല്ലാരും അങ്ങനെ ഇരിക്കുന്നു. എല്ലാത്തൊരു എല്ലാവരും ആരോഗ്യവാനും ഇരിക്കുന്നില്ലേ. അപ്പൊ പിന്നെ അതൊന്നും എന്റെ ഒരു ഉപ്പയും വ്യത്യാസം ഉമ്മയും വാക്സിൻ എടുത്തിട്ടില്ല. അവർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഉപ്പക്ക് 60 വയസ്സായി, ഉമ്മക്ക് 48 49 അങ്ങനെ എന്തോ. അവർക്ക് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഒരു ഇന്ത്യയിലുള്ളൊരു ഇന്ത്യയില് നിർബന്ധമില്ലാത്തൊരു സാധനമാണ് vaccine. നിർബന്ധമുള്ളൊരു സാധനമാണ് ഇത്. നിർബന്ധമില്ല. അത് എടുക്കണം. ഏതൊരു സാധനം എടുക്കുകയും ഏത് മനുഷ്യന്റെ അവകാശമാണല്ലോ. മനുഷ്യന്റെ അവകാശം. നിങ്ങളിപ്പോ അക്യുപഞ്ചർ പഠിച്ചോണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിങ്ങൾ പോയി ആയുർവേദ ഡോക്ടർ എങ്ങാനും പഠിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? അതെടുക്കുകയും അതെടുക്കും. ഇപ്പം 2 ബേസിൽ നിൽക്കുന്ന ആൾക്കാര് നമ്മൾ ഇവരൊന്നും പറയാൻ പോകുന്നില്ല. ഇവരെന്തിനാ നമ്മളിങ്ങനെ ചൊറിഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവും. സൂര്യനെ അല്ല, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഓരോ മെന്റാലിറ്റി അല്ലേ, ഇതുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് അറിയണമെന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു സേഫ്റ്റി കാര്യങ്ങളോ ഇല്ലാത്ത വെറും ഒരു ബ്ലൈഡൊക്കെ വെച്ച് ഒരു പ്രസവം എടുക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞൊരു അതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, ആൾക്കാർ കേൾക്കുമ്പോ ഇപ്പഴല്ലേ നിങ്ങൾ ഈ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ ഇതിനു മുന്നേ കൊടുത്ത് മാധ്യമം പുറത്തു വിടണ്ടേ. നമ്മളത് കൊടുത്തിട്ടുണ്ട്. മാധ്യമം എന്തിനീ മറച്ചു വെക്കുന്നത്? അവര് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലുകാരെ ഫുള്ള് സേഫ് ആക്കി നിർത്തിയിട്ടാണ് അവരുടെ എല്ലാ പറച്ചിലും അതിലുള്ളത്. നമ്മളൊരുമാതിരി നെഗറ്റീവ് ആക്കി, പിന്നെ നമ്മളെന്തോ ഒരു കുറ്റം ചെയ്യുന്ന രീതിയിലാണ് അവര് പറഞ്ഞു തീർത്തത് ഫുള്ള്. ഈ പോളിയോ വാക്സിൻ എടുക്കാതിരിക്കുന്നതിനെ പറ്റി കുറെ ഭവിഷ്യത്തുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അറിയില്ലേ? പോളിയോ വാക്സിൻ എടുത്തിട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. വാക്സിൻ എടുത്ത എല്ലാ കുട്ടികളും ആരോഗ്യപൂർണ്ണമാണ്. അതായത് ഒരു പനി പോലും വരുന്നില്ല. അങ്ങനെ വാക്സിനെ പറഞ്ഞിട്ടില്ല. BCG എടുത്തൊരു കുട്ടി തൃശ്ശൂരില് പിന്നെ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു. ഇപ്പൊ ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ആ 2 കുട്ടികൾ വാക്സിൻ എടുത്തില്ല. ഇത് വാക്സിൻ എടുത്തിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, മരണം നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ എന്റെ കുട്ടി വാക്സിൻ എടുക്കാതെയും ആരോഗ്യപൂർണ്ണമായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാം. ഇപ്പൊ ആ കുട്ടിക്ക് വാക്സിൻ എടുക്കണം. ഒരു 6-7 വയസ്സാകുമ്പോ പൊതുവെ അവള് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ മരുന്ന് കുടിക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് പനി വരുന്ന സമയത്ത് എനിക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങള് മോളെ മരുന്ന് കുടിക്കാൻ പാടില്ല ഇങ്ങനെ പറയൂല. അവൾക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരുന്നെടുത്ത് കൊടുക്കും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം ആ കുട്ടിക്ക് അതൊരു പിന്നെ ആവശ്യമാണെന്ന് തോന്നുന്ന ഒരു ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ അവള് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇത് ഒരിക്കലും ആരും പ്രൊമോട്ട് ചെയ്യല്ല, പ്രൊമോട്ട് ചെയ്യുന്നത് ആരും ഇത് അനുകരിക്കുകയും ചെയ്യാനും ചെയ്യരുത്. നിൽക്കരുത്. കാരണം അത് അത്രയും അതിനെപ്പറ്റി പഠിക്കുകയും അറിവും വേണം. ഇപ്പം ഹോസ്പിറ്റലിൽ അത്രയും നല്ല ഡോക്ടർമാരുണ്ട്, ഇല്ലാന്നല്ല, അവര് നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പം അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളും പറയുള്ളൂ. ഒരിക്കലും ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള പരിപാടി അല്ലത്. കാരണം അതിൻ്റെതായിട്ടുള്ള റിസ്ക് എലമെന്റ്സ് എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ വീട്ടില് പ്രസവിച്ചപ്പോ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്റെ വിശ്വാസമാണ്. വിശ്വാസം കുറെ ആൾക്കാർ മതമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാം, ഇതൊരു അന്ധവിശ്വാസമായിട്ട് കമ്പയർ ഒരിക്കലല്ല. ഞാൻ വിശ്വാസം എന്ന് ഉദ്ദേശിച്ചത് എന്റെ സെൽഫായിട്ട് എനിക്ക് മെഡിസിൻസ് എടുക്കാൻ താല്പര്യമില്ല, മെഡിസിൻ കുത്തിയിട്ട് എന്റെ കുഞ്ഞ് വരണം എന്ന് എനിക്കില്ല. അത് മാത്രമാണ് പ്രകൃതി വഴി പ്രകൃതിപരമായിട്ട് എനിക്ക് എന്റെ പ്രകൃതി കനിഞ്ഞു നൽകി ഒരു കുഞ്ഞായിട്ട്. അല്ല, അങ്ങനെ തന്നെയാണ് ശരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ കുഞ്ഞ് ഇപ്പൊ മനുഷ്യന് മാത്രമുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് പ്രസവം എടുക്കുന്നത്. ബാക്കി എന്ത് മൃഗങ്ങളാണെങ്കിലും ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ല, അത് കുഞ്ഞിങ്ങോട്ട് പോകും. മനുഷ്യന് മാത്രമുള്ള ഒരു ഓപ്പറേഷനും കാര്യങ്ങളും. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, പണ്ട് കാലത്ത് മരണനിരക്ക് കൂടുതലും ഇപ്പൊ മരണനിരക്ക് കുറവാണ്. അതിന് വെച്ചാൽ അബോർഷൻ നിരക്ക് ഏറ്റവും കൂടുതൽ മരണനിരക്ക് കുറഞ്ഞത് ഇന്ത്യയിലെ ആ ഡോക്ടേഴ്സിന്റെ വാല്യൂഡ് ആയിട്ടുള്ള കൈകൾ കൊണ്ടാണ് മരണനിരക്ക് കുറഞ്ഞത്. ഈ സെയിം ഡോക്ടേഴ്സ് അല്ലേ അബോർഷന്റെ കണക്കെടുത്ത് നോക്കിയൊക്കെ ഫസ്റ്റ് കയറിയുന്ന ഇന്ത്യയിൽ 90 ദിവസത്തിനുള്ളിൽ അബോർഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് ഇന്ത്യയില്. അതുണ്ടായത്തോടെ എത്ര പേര് അബോർഷൻ ചെയ്യുന്നുണ്ടോ? ഗുളികയും ടാബ്ലറ്റ്സും ഒക്കെ മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ. വരെ ഇപ്പം ആ പിൽസ് ഗുളിക കുടിക്കുന്നത് പോലും അബോർഷന്റെ തന്നെയാണ്. അതെ അതെ. ഇതിൽ ഏറ്റവും വലിയ തെളിവ് എന്ത് ചെയ്യും? കുട്ടി എന്ത് ചെയ്യും? തെളിവ് എന്ത് ചെയ്യും? ഉറങ്ങുവാണോ? ഇത്ര ഒപ്പിച്ചിട്ട് അവള് കിടന്ന് ഉറങ്ങി. എടുത്തോണ്ട് വരാൻ പറ്റില്ല അല്ലേ? എടുത്തു വരാൻ എടുത്തിട്ട് എന്റെ പച്ച ഉടുപ്പൊക്കെ കണ്ടോ?
ഇനി ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇട്ടോണ്ട് വന്നതാ. നിങ്ങൾ ഹെൽത്തുകാർ ഇപ്പം എന്താണ് ശരിക്കും പറയുന്നത്? ഹെൽത്തുകാർ പറയുന്നത് സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് തന്നെയാണോ? അത് അങ്ങനെ തന്നെ പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് 3 ദിവസം ഉണ്ടായി. ആരും അവിടുന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ ഒന്നും 4 മാസത്തിന് ശേഷം അവരിപ്പോഴാണ് എൻക്വയറി ആയിട്ട് വരുന്നത്. പിന്നെ അതായത് നമ്മള് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ളത് പോയപ്പം ഫസ്റ്റത്തെ 1 വീക്ക് അവര് വന്നു, അവരെല്ലാം പൊടി കെട്ടി എല്ലാം നിർത്തി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കേസ് കൊടുത്ത് ഈ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ റെഡിയാക്കി തരാം എന്നുള്ള രീതിയിൽ ഇവര് വരുന്നത്. പക്ഷെ ഇപ്പോഴും വിളിച്ചിട്ടൊന്നും കേട്ടോ. നമ്മള് ഞാൻ പുറത്തുള്ള ഓരോരുത്തർ പറഞ്ഞ ഇതിലാണ് അന്വേഷണത്തിന് പോയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. അന്വേഷണം പോയിട്ടുണ്ടോ പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് ഇത് കറക്റ്റ് ഇത്രത്തോളം പ്രശ്നമാവാൻ കാരണം ആശാവർക്ക് നമുക്ക് തന്നൊരു പണിയാണ്. അതായത് അത് ഇതിൽ കാരണം ടെലികാസ്റ്റ് ചെയ്യുന്ന വേണം. കാരണം ഒരു മാധ്യമത്തിൽ പോലും ഞങ്ങളത് പറഞ്ഞിട്ട് അതിൽ വന്നിട്ടില്ല. അതായത് പിന്നെ ഈ ആശാവർക്ക് 2023 വന്നിരുന്നു വീട്ടില് വന്നിട്ട് അവർ വീട്ടിൽ വന്ന് ചോദിച്ചത് അംഗൻവാടി ടീച്ചറാണ് വീട്ടിലുള്ള പിന്നെ മാരീഡ് ആയിട്ടുള്ള അമൃതം പൊടിയൊക്കെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. ശരിക്കും അങ്ങനെയല്ല പോലും. വീട്ടിലുള്ള എത്ര പേരുണ്ട് അവരെ മൊത്തം ഡീറ്റെയിൽസ് വേണം എന്നാണ് ശരിക്കും ഉള്ളത്. ഇവര് മാരീഡ് ആയിട്ടുള്ള ഉപ്പയുടെ ഉമ്മയുടെ എഴുതി, ഇവരെ മൂത്ത ഏട്ടന്റെയും വൈഫിന്റെയും പേരെഴുതി, അവരെ കുട്ടിയുടെ പേരെഴുതി. 5 പേര്. ഇവരെ പേരില്ല. ഇവരെ ഏറ്റവും മൂത്ത ഒരാളുണ്ട്, അവരെ പേരില്ല. ഏറ്റവും ഇളയ ആളുണ്ട്. ഈ പിന്നെ ഒപ്പിട്ട് കൊടുത്ത ഒരാളുണ്ട്, അതായത് ഇവരെ ഏറ്റവും ചെറിയ അനിയൻ, അവന്റെ പേര് വരെ ഇതിലില്ല. അപ്പൊ ഒപ്പിട്ട് കൊടുത്ത 5 ആൾക്കാരുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അവനോട് ചോദിച്ചപ്പോ അവന് പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാര് പറഞ്ഞു ഞങ്ങള് സിംഗിൾ അല്ലേ, കൊണ്ട് ഞങ്ങൾക്ക് എഴുതാൻ ആരും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ ഇനി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നിടം വരെയും പോരാട് തന്നെ ചെയ്യും, നിയമപരമായി തന്നെ പോകും. ഇവര് 2024 കേസ് എല്ലാം കൊടുത്തായിരുന്നു സർട്ടിഫിക്കറ്റ് ഹ്യൂമൻ റൈറ്റ്സിൽ കംപ്ലൈന്റ് കൊടുത്താണ്. അത് മനുഷ്യാവകാശ കമ്മീഷൻ കംപ്ലൈന്റിനോട് ഈ മാസം സിറ്റിംഗ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്ത് അതില് ഒരു ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ അത്രത്തോളം നടത്തിച്ചിക്കണ് ഒരു ഇതിന് വേണ്ടിയിട്ട്. ഒന്നും തെളിവില്ല. ഇത്രയും തെളിവുകൾ കാണിച്ചു തരുവാൻ തെളിവില്ല. 2024 ഏറ്റവും പ്രശ്നമായത്. കാരണം 2024 ജാനുവരി 20 ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇവര് പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് 2024 ഏപ്രിലോ ഓഗസ്റ്റോ അങ്ങനത്തെ ഒരു മന്തിലാണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആ ടൈമിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ വീട്ടിലുള്ള ടൈമാണത്. ഞാന് ഓഗസ്റ്റിലാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങുന്ന സമയമാണ്, ഏപ്രിലാണെങ്കിൽ വീട്ടിലുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് ഇവര് വീട്ടിൽ വന്നെന്ന് ഇവർ പറയുന്നു. സാധാരണ അവര് രജിസ്റ്ററിലാണ് എഴുതി ഒപ്പിടുക. ഈ രജിസ്റ്റർ അല്ലാണ്ട് ഓരോ നോട്ട് ബുക്ക് 1050 രൂപന്റെ നോട്ട് ബുക്ക് വാങ്ങിച്ച് അതിനകത്ത് ഈ 2023 വന്ന ആൾക്കാരുടെ പേര് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓരോന്നെ ഒപ്പിട്ട് കൊടുത്ത് ഒപ്പിക്ക് കാണിച്ചെന്ന് ഒപ്പ് കാണിച്ചു. ഞാൻ ഇത് ആരൊപ്പ് വെച്ച് അത് നിങ്ങൾ അവിടുന്ന് നിങ്ങളെ കുടുംബക്കാരായിട്ടെന്നാ ഈ കുടുംബക്കാരെ വീട്ടിൽ നിർത്തിയിട്ട് നമ്മള് എങ്ങോട്ട് വീടിട്ട് പോയി. അങ്ങനെ ആരും ചെയ്യും കുടുംബക്കാരെ എത്തിയിട്ട് വീട്ടിൽ നിർത്തിയിട്ട് നമ്മളെല്ലാരും പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഇവരെ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് 2023 ഷിഫ റഹീം എന്ന ആൾക്കാര് വീട്ടിലുണ്ട്. 2024 ജനുവരി മാസം ഗൾഫിൽ പോയ ഷിഫയുടെ റഹീമിന്റെ ഒപ്പ് 2024 ഓഗസ്റ്റ് മാസത്തെ രജിസ്റ്ററിൽ വരുന്നു. അതെങ്ങനെ വന്നു ചോദിച്ചിട്ട് ഞാൻ മറുപടി ചോദിച്ചു. എനിക്കിതുവരെ റിപ്ലൈ ഒന്നുമില്ല. ഞാനത് ഇത് അവർക്കെടുത്ത് അയച്ചു കൊടുത്തായിരുന്നു ഈ ഒരു ഒപ്പ്. അപ്പൊ അവരെന്താ പറഞ്ഞു? ഞാൻ ഹെൽത്ത് പോയിരുന്നു. ഹെൽത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്ത് ഇവര് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നവരോട് ഞാൻ പറയും ചെയ്തിരിക്കണം. ഇതിന്റെ തെളിവ് എവിടെയെന്ന് വെച്ചിട്ട് പറഞ്ഞു തെളിവ് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. തെളിവ് എനിക്ക് കിട്ടിയില്ല. ഇതുവരെ ആയിട്ട് എനിക്ക് അതിന്റെ തെളിവ് കിട്ടിയിട്ടില്ല. റെക്കോർഡ് ചോദിച്ചു നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളതിന് എൻക്വയറി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ പറഞ്ഞിരുന്നു നിങ്ങൾ പറയില്ല, ഞങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവര് പറയുന്നതാണ് അവർക്ക് ഒരു രേഖകളോ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല. അത്രേ രേഖകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേ രേഖകൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ചോദിച്ചപ്പോ ഞങ്ങൾ അന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട്, നിങ്ങൾ നാളെ ഇത് മാറ്റി പറയില്ല, ഞങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? അപ്പൊ ഈ ആശാവർക്കർ ആ ഒരു പിന്നെ കള്ളത്തിൽ അവിടെ ചെയ്തതിന് നമ്മളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾക്ക് പിന്നെ ശക്തമായിട്ട് ഞങ്ങൾ ഇതാക്കും. ആശാവർക്കറിനെതിരെ പ്രത്യേകിച്ച് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡൗട്ടോടെ ചോദിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അടുത്തൊരു പ്രസവം എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിൽ മതിയായോ? ഞാനിപ്പോ ഹോസ്പിറ്റലാണെന്നെങ്കിലോ അവിടെ പോയിട്ട് മെഡിസിൻ അല്ല സംഗതി നമുക്കിപ്പം വീട്ടിൽ നിന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ളൊരു ചോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മള് ആ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാന്നുള്ള തന്നെയാണ് നിന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലാണ് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല.
അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിൽ വെറുതെ നമ്മള് അതാവില്ല. നമുക്ക് ഇത് പ്രസവം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം അത് ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടക്ക് വരുന്ന ഒരു ഇതാ. പ്രസവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ നമുക്കത് വലിയൊരു തീരാനഷ്ടമാണ്. ആ രീതിയിലുള്ള സംഭവമാണ്. അപ്പൊ അത് ഒരിക്കലും നമ്മള് ഹോസ്പിറ്റൽ അല്ലാണ്ട് നമ്മളത് പ്രിഫർ ചെയ്യൂല. നമ്മള് ഇനി എവിടെ ഉണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മള്. നീ അടുത്ത് യൂട്യൂബിൽ വീഡിയോ എല്ലാം കണ്ടിട്ടായിരുന്നു പ്രസവം എടുത്തത്? അല്ലല്ല, യൂട്യൂബിലും ആ വീഡിയോ അല്ല, അവിടെ അല്ലാതെ നമ്മൾ ആനിമേഷനിലൊക്കെ വീഡിയോ ഉണ്ട് ഫോണിൽ. അനിമേഷനിലെ വീഡിയോ എന്തെന്നാ ഇങ്ങനെ ഒരു കുട്ടീൻ്റെ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരുന്നത്, അത് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കീറി എടുക്കുന്നത്, അപ്പൊ പുറത്ത് വരുന്നത്. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെയാണ് പ്രസവിക്കാൻ നടക്കുന്നത്. അത് കാണാൻ നന്നായി. അപ്പൊ നിങ്ങളെ പോലെ നിങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, സമൂഹത്തിന് അറിയാത്ത പല കാര്യങ്ങളുമാണ് ഇവരിപ്പം പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ വരുന്ന പകുതി കാര്യങ്ങളും ഇവർക്കെതിരാണ്. ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് ഇവരുടെ കയ്യിൽ നിന്നുണ്ടായ സിറ്റുവേഷൻസും ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം നന്ദി.